എം ലിജുവിനെ പറ്റിയുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, എത്ര ഡിഫൻസിൽ നിൽക്കുന്ന ചർച്ചയാണെങ്കിലും എത്ര ബഹളുണ്ടെങ്കിലും വളരെ ശാന്തമായി വാലിഡ് പോയിന്റ്സ് പഠിച്ചു വന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം ലിജു മന്ത്രിസഭയിലേക്ക് എത്തുമ്പം, നിയമസഭയിലേക്ക് എത്തുമ്പോൾ ആ പ്രതീക്ഷ ആളുകൾക്കുണ്ട്. അതൊരു അമിത ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, തീർച്ചയായും അതൊരു അംഗീകാരമായിട്ടാണ് കണക്കാക്കുന്നത്. ലഭിക്കുന്ന വകുപ്പ് ഏതാണെങ്കിലും അതിനെക്കുറിച്ച് ആത്മാർത്ഥമായി പഠിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അതനുസരിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാനും സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതിന് അവസരം ഉണ്ടാകട്ടെ എന്ന് കരുതുകയാണ്. ഈ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഇലക്ഷൻ. അപ്പോൾ കുറച്ച് സിനിമാറ്റിക്കാണ്. അപ്പോൾ എല്ലാവരുടെയും വിജയങ്ങൾ BGM ഒക്കെ ഇട്ട് ഇങ്ങനെ ഗംഭീരമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇനി എടുക്കുന്ന ഓരോ തീരുമാനവും ഇന്ന BGMൽ ഇറക്കണമെന്ന് വരെ നിങ്ങളുടെ അണികൾ തീരുമാനിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റൈലിഷ് ഒരു പ്രവർത്തന രീതിയായിരിക്കും. അതോ ഇപ്പോൾ ആര് നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് തിക്കിലും തിരക്കിലും ആണെങ്കിലും സമാധാനത്തിൻ്റെ വഴിയിലൂടെ ആയിരിക്കും? എങ്ങനെയാണ് ആ ഒരു പ്രവർത്തന ശൈലി? ബാലൻസ്ഡായി പോകുന്നതാണ് നല്ലത്. നമുക്ക് BGM കൊണ്ട് മാത്രം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് ഈ LDF സർക്കാർ അതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ PR-ന് വേണ്ടി ഫണ്ട് ചിലവഴിച്ച, കേരളത്തെ ഇളക്കി മറിച്ചൊരു പ്രചരണമാണ് പിണറായി വിജയൻ സർക്കാർ നടത്തിയത്. എല്ലാ സ്ഥലത്തും ബോർഡുകൾ, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ചെയ്തു എന്നുള്ള പ്രചരണത്തിനപ്പുറത്ത് ചെയ്യുന്നതിലാണ് കാര്യം. ഇപ്പോൾ ജനജീവിതത്തിന് അത് ഇഫക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ പ്രചരണം കൊണ്ട് പ്രസക്തിയുള്ളൂ. അപ്പോൾ ജനജീവിതത്തെ പോസിറ്റീവായി സ്വാധീനിക്കുന്ന ഗുണപരമായ മാറ്റം